പിന്നെ മനസാക്ഷി ഇല്ലാത്തവർക്ക് ഒഴിഞ്ഞു മാറാൻ 100 കാരണങ്ങളുണ്ടാവും. തെറ്റാർക്കും പറ്റാം, പക്ഷേ അത് തിരിച്ചറിയാൻ കഴിയണം, തിരുത്താനും. ഞാനും ഒരു തെറ്റ് തിരുത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എങ്ങനെ? എനിക്ക് ആഗ്രഹിക്കാവുന്നതിനേക്കാൾ നല്ല പെൺകുട്ടിയാണ് ആശ. ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ട അവളെ എന്റെ ചെറിയ ജീവിതത്തിലേക്ക് കൊണ്ടു. സ്നേഹം കൊണ്ട് അവിടെ തളച്ചിടാൻ ശ്രമിച്ചു. അത് ഞാൻ ചെയ്ത തെറ്റ്. ഞാനും മോനും അവളുടെ നല്ല ഭാവിക്കൊരു തടസ്സമെന്ന് തോന്നിയപ്പോ ആ തെറ്റ് ഞാൻ തിരുത്തി. എത്ര എളുപ്പം കഴിഞ്ഞു അല്ലേ? എങ്കിൽ 5 കൊല്ലം നേറി ജീവിച്ച ഒരു പെൺകുട്ടിയുടെ സങ്കടങ്ങൾ തിരുത്താൻ നിങ്ങൾക്ക് കഴിയോ? നഷ്ടപ്പെട്ട സന്തോഷങ്ങൾ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? മനസ്സിൽ എന്തെങ്കിലും വിചാരിക്കും, അത് സത്യമാണെന്ന് അങ്ങ് വിശ്വസിക്കും. എന്നിട്ട് ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കും. ഭീരുക്കളായ ഭർത്താക്കന്മാരുടെ സ്വഭാവമാണിത്. നിങ്ങൾക്കറിയോ, കുഞ്ഞിനെയും കൂട്ടി നിങ്ങൾ ഇറങ്ങിപ്പോന്ന ആ ദിവസം മുതൽ ഇന്നുവരെ ആശാലക്ഷ്മി ചിലങ്ക കെട്ടിയിട്ടില്ല, നൃത്തം ചെയ്തിട്ടില്ല, ഒരു വേദിയിലും കയറിയിട്ടില്ല. അവളൊരു ഭാര്യ മാത്രമല്ല, അമ്മയും കൂടിയാണെന്ന് നിങ്ങൾ മറന്നുപോയി. സ്വന്തം കുഞ്ഞ് എവിടെയാണെന്ന് അറിയാതെ ഉരുകി ജീവിച്ച അമ്മയുടെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവില്ല. അവള് വിഷമിക്കണമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അവളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഒഴിഞ്ഞു കൊടുത്തത്. അതിനുവേണ്ടി മാത്രമാണ് പ്രാർത്ഥിച്ചത്. അതുകൊണ്ടായിരിക്കാം അവളൊരു ഭ്രാന്തിയായി മാറാതിരുന്നത്. ഗോപൻ, നൃത്തം നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടിൽ ഒരു കല മാത്രമാണ്. പക്ഷെ ആ കഴിവുകൾ ജനിക്കുമ്പോൾ തന്നെ കിട്ടിയിട്ടുള്ളവർക്ക് അത് ജീവിതമാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ അവസരങ്ങൾ വീണ്ടും മുന്നിൽ തെളിഞ്ഞു തുടങ്ങിയപ്പോ അവൾ അതിൽ നിന്ന് ഭ്രമിച്ചു പോയിട്ടുണ്ടാവാം. അതിലൂടെ കിട്ടിയ പേരും പ്രസിദ്ധിയും അവളെ ഒന്ന് മോഹിപ്പിച്ചിട്ടുണ്ടാവാം. പക്ഷേ അതൊന്നും അവൾക്ക് നിങ്ങളെക്കാൾ വലുതല്ലായിരുന്നു. അതുകൊണ്ടാണ് അവൾ ഇപ്പോഴും നിങ്ങളെ കാത്തിരിക്കുന്നത്, എന്നെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ച്. മാഡം, എനിക്ക് എന്റെ ആശയെ കാണണം. ഞാൻ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കവളോട് പറയണം. എനിക്ക്